എന്താണ് ബിഗ് ബോസ്? ഒരു വീട്ടിനുള്ളിൽ 15 പ്രശസ്തരായ ആളുകളെ അടച്ചിടുന്നു. ഫോണില്ല, ടി വിയില്ല, പുറത്തുള്ള ലോകവുമായി ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ രാത്രികളിൽ മറ്റ് ജോലികളെല്ലാം മാറ്റിവെച്ച് ഇവർ ചോറിനും റൊട്ടിക്കും വേണ്ടി വഴക്കിടുന്നത് കണ്ടിരിക്കുന്നത്? ഇതൊരു വെറും വിനോദ പരിപാടി മാത്രമാണോ? അതോ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ കൃത്യമായി ഉപയോഗിച്ച് നമ്മളെ ഇതിലേക്ക് അഡിക്റ്റാക്കുന്ന ഒരു വലിയ ബിസിനസ് തന്ത്രമാണോ? ബിഗ് ബോസിന്റെ ചരിത്രം, ഇതിന് പിന്നിലെ കോടികളുടെ ബിസിനസ്, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ വിജയം, നമ്മളെ ഇതിലേക്ക് ആകർഷിക്കുന്ന മനഃശാസ്ത്ര തന്ത്രങ്ങൾ എന്നിവയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അധ്യായം 1. ബിഗ് ബോസിന്റെ തുടക്കം. സൽമാൻ ഖാനോ മോഹൻലാലോ എത്തുന്നതിനും എത്രയോ മുൻപ് 1997 നെതർലാൻഡ്സിലാണ് ഈ ഷോയുടെ ആശയം ജനിക്കുന്നത്. ജോൺ ഡി മോൾ എന്ന നിർമ്മാതാവും അദ്ദേഹത്തിന്റെ എൻഡെമോൾ എന്ന കമ്പനിയുമാണ് ഇതിന് പിന്നിൽ. ജോർജ് ഓർവെലിന്റെ 1984 എന്ന പ്രശസ്ത നോവലിലെ ബിഗ് ബ്രദർ എന്ന കഥാപാത്രത്തിൽ നിന്നാണ് ഇതിന് ബിഗ് ബ്രദർ എന്ന് പേരിട്ടത്. തുടർന്ന് ഈ ഷോ ലോകമെമ്പാടും വൺ ഹിറ്റായി. 2007 UK-യിലെ സെലിബ്രിറ്റി ബിഗ് ബ്രദറിൽ ഇന്ത്യൻ നടി ശിൽപ ഷെട്ടി പങ്കെടുത്തതും അവിടെ അവർ നേരിട്ട വംശീയ അധിക്ഷേപങ്ങളും വലിയ അന്താരാഷ്ട്ര ചർച്ചയായി. ഒടുവിൽ ശിൽപ ഷെട്ടി ആ സീസൺ വിജയിക്കുകയും ചെയ്തു. ഈ സംഭവത്തോടെ ഈ ഷോയുടെ ജനപ്രീതി ഇന്ത്യയിലും ആഗോളതലത്തിലും വൻതോതിൽ ഉയർന്നു. അധ്യായം 2. ഇന്ത്യൻ പതിപ്പും അവതാരകരും. 2006 ഇന്ത്യയിൽ ഹിന്ദിയിൽ ബിഗ് ബോസ് ആരംഭിക്കുന്നത്. പിന്നീട് ഇത് ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് പടർന്നു. ഹിന്ദി. കഴിഞ്ഞ 10ലധികം വർഷമായി സൽമാൻ ഖാനാണ് അവതാരകൻ. തമിഴ്. പ്രശസ്ത നടൻ കമൽഹാസൻ തന്റെ വ്യത്യസ്തമായ ശൈലിയിലൂടെ മുന്നോട്ട് നയിച്ചു. തെലുങ്ക്. നാഗാർജുനയുടെ ഊർജ്ജസ്വലമായ അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. മലയാളം. നമ്മുടെ സ്വന്തം മോഹൻലാൽ തന്റെ തനതായ ശൈലിയിലാണ് മലയാളം പതിപ്പ് നയിക്കുന്നത്. ഈ ഷോയ്ക്ക് പിന്നിലെ പണം വളരെ വലുതാണ്. പരസ്യങ്ങൾ, വോട്ടിംഗ് ആപ്പുകൾ, ഡിജിറ്റൽ സ്ട്രീമിംഗ് എന്നിവയിലൂടെ 100 കണക്കിന് കോടി രൂപയുടെ ബിസിനസ്സാണ് ഓരോ സീസണിലും നടക്കുന്നത്. അധ്യായം 3. അഡിക്ഷൻ പിന്നിലെ മനഃശാസ്ത്രം. നമ്മൾ അറിയാതെ തന്നെ ഈ ഷോയിൽ കുടുങ്ങിപ്പോകുന്നതിന് പിന്നിൽ 4 പ്രധാന മനഃശാസ്ത്ര കാരണങ്ങളുണ്ട്. 1. വോയറിസം. മറ്റുള്ളവരുടെ ജീവിത രഹസ്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും അറിയാൻ മനുഷ്യർക്ക് സ്വാഭാവികമായ ഒരു ആഗ്രഹമുണ്ട്. വലിയ സെലിബ്രിറ്റികൾ മേക്കപ്പില്ലാത്ത മനസ്സോടെ നടക്കുന്നത് കാണാൻ പ്രേക്ഷകർക്ക് കൗതുകമാണ്. 2. പാരസോഷ്യൽ റിലേഷൻഷിപ്പ്. തുടർച്ചയായി 100 ദിവസം ഒരാളെ ദിവസവും 1 മണിക്കൂർ വീതം ടിവിയിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ അവരെ നമ്മുടെ സ്വന്തം സുഹൃത്തെയോ ബന്ധുവിനെയോ പോലെ കാണാൻ തുടങ്ങും. അവരുടെ സങ്കടം നമ്മുടെ സങ്കടവും, അവരുടെ വിജയം നമ്മുടെ വിജയവുമായി മാറുന്നു. 3. സോഷ്യൽ കമ്പാരിസൺ. ബിഗ് ബോസിലെ മത്സരങ്ങൾക്കിടയിൽ മത്സരാർത്ഥികൾ കൊച്ചു കാര്യങ്ങൾക്ക് വഴക്കിടുമ്പോൾ പ്രേക്ഷകർക്ക് തങ്ങളോട് തന്നെ ഒരു ബഹുമാനം തോന്നും. ഞാനൊക്കെ എത്ര ഭേദമാണ്, ചെറിയൊരു കാര്യത്തിന് ഇത്രയും വഴക്കിടുമോ എന്ന് ചിന്തിച്ച് നമ്മൾ ആത്മവിശ്വാസം കണ്ടെത്തുന്നു. 4. ട്രൈബലിസം. ബിഗ് ബോസ് കാണുമ്പോൾ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയുടെ ഭാഗം പിടിക്കും. ഇത് സോഷ്യൽ മീഡിയയിൽ ഫാൻസ് തമ്മിലുള്ള വലിയ വഴക്കുകൾക്ക് വഴിതെളിക്കുന്നു. നമ്മൾ ചെയ്യുന്ന വോട്ട് ആ കലിയുടെ ഭാഗമാണെന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്നു. അധ്യായം 4. ബിഗ് ബോസ് വീട് ഒരു പ്രഷർ കുക്കർ. പുറത്ത് വളരെ ശാന്തരായി ജീവിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ വീടിനുള്ളിൽ എത്തുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്? കാരണം ബിഗ് ബോസ് വീട് എന്നത് മനഃപൂർവ്വം സമ്മർദ്ദം കൂട്ടാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒന്നാണ്. സമയബോധമില്ലായ്മ. അവിടെ ക്ലോക്കുകളോ മൊബൈൽ ഫോണോ പേപ്പറോ ഇല്ല. സമയം എത്രയായെന്ന് പോലും അറിയാൻ കഴിയില്ല. ഒറ്റപ്പെടൽ. പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാൻ കഴിയില്ല. ഇഷ്ടമില്ലാത്ത ആളുകളോടൊപ്പം ഒരേ മുറിയിൽ തുടർച്ചയായി കഴിയേണ്ടി വരുന്നു. ഭക്ഷണവും ഉറക്കവും. ടാസ്കുകൾ കാരണം പലപ്പോഴും കൃത്യമായ ഉറക്കവും ഭക്ഷണവും ലഭിക്കില്ല. ഇത് മനുഷ്യന്റെ മനസ്സിനെ എളുപ്പത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലെത്തിക്കുന്നു. അധ്യായം 5. വിവാദങ്ങളാണ് ഇവരുടെ ഇന്ധനം. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ ഒരു തെറ്റല്ല, മറിച്ച് അതവരുടെ ബിസിനസിന്റെ പ്രധാന ഭാഗമാണ്. നല്ല കാര്യങ്ങളെക്കാൾ വേഗത്തിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് വഴക്കുകളും തർക്കങ്ങളുമാണ്.
ഒരു വലിയ പ്രശ്നം വീട്ടിൽ നടക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും അത് കാണാത്തവർ പോലും ടിവിക്ക് മുന്നിൽ എത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ബിഗ് ബോസ് എന്നത് വെറുമൊരു TV ഷോ മാത്രമല്ല, മനുഷ്യന്റെ പെരുമാറ്റങ്ങളെയും വികാരങ്ങളെയും വളരെ കൃത്യമായി പഠിച്ച് തയ്യാറാക്കിയ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഷോ കാണുന്നത്? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.